കാരണം ഇന്ന് സിമ്പിളായിട്ട് ലോലിപ്പോപ്പ് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. പാലിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക, അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക, സ്ലൈസ് ഒനിയനും കറിവേപ്പിലയും കൂടെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ ഒന്ന് വഴറ്റുക. ഒനിയൻ വാടിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. മഞ്ഞൾപ്പൊടിയും ചില്ലി പൗഡറും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കച്ചപ്പും കൂടെ ആഡ് ചെയ്ത ശേഷം നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ലോലിപ്പോപ്പ് പീസ് എടുത്ത ശേഷം അതിലേക്ക് പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലെക്സ്, ഉപ്പ്, ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരല്പം തൈര്, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് റൈസ് ഫ്ലോറും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഓരോ ചൂടായി വരുന്ന സമയം ഓരോ ലോലിപ്പോപ്പ് ഇട്ട് കൊടുത്ത് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുക. ഈ ഫ്രൈ ചെയ്ത ലോലിപ്പോപ്പിനെ നമ്മുടെ നേരെ ഗ്രേവിയിലേക്ക് ഇട്ട ശേഷം നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത അടിപൊളി ഒരു ചിക്കൻ കൊണ്ടാട്ടം അഥവാ ലോലിപ്പോപ്പ് കൊണ്ടാട്ടം റെഡി. നമുക്കിന്ന് അടിപൊളി ഒരു തട്ടുകട ചിക്കൻ ഫ്രൈ ചെയ്താലോ. സിമ്പിൾ മെത്തേഡാണ്, വാ നോക്കാം. അതിനുകൊണ്ട് നമ്മൾ ചിക്കൻ ലെഗ് പീസ് എടുത്തേക്കുന്നത്. ലെഗ് പീസ് നമ്മളെടുത്ത് നല്ല രീതിയിൽ വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും പെരിഞ്ചീരകം പൊടിച്ചും ഗരം മസാലയും കാശ്മീരി ചില്ലി പൗഡറും അതോടൊപ്പം മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ലൈം ജ്യൂസും കൂടെ പിഴിഞ്ഞ് കുറച്ച് ചെറുള്ളി ഇടിച്ച് ചതച്ചതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ചോപ്പ് ചെയ്തും ഒരല്പം കോൺഫ്ലവറും കറിവേപ്പില ചോപ്പ് ചെയ്തും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരല്പം കോക്കനട്ട് ഓയിൽ കൊണ്ട് ആഡ് ചെയ്ത ശേഷം നല്ല രീതിയിൽ കുഴച്ച് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിയാക്കി ഇടുക. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നല്ലപോലെ ഓയിൽ ഹീറ്റായ ശേഷം അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒത്തിരി കഴിക്കേണ്ട കാര്യമില്ല. ഏകദേശം ഈ ഒരു കളറായി വരുന്ന സമയം ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. അപ്പോൾ നല്ല ഓയിൽ ഫ്രൈ ചെയ്യുന്ന ഇങ്ങനെ മറിച്ചിക്കുന്നതല്ല, കുറച്ച് ഓയിൽ ഫ്രൈ ചെയ്യുന്നത് മറിച്ചിടുക. അതിനുശേഷം ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഇങ്ങനെ കോരി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തട്ടുകളുടെ സ്റ്റൈലുള്ള ചിക്കൻ ഫ്രൈ റെഡിയാണ്.